ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വിരചിച്ച ശ്രീമന്നാരായണീയം മേഘശ്യാമളവർണ്ണനായ പൊന്നുഗുരുവായൂരപ്പന് സമർപ്പിച്ച നറുനവനീതം. ആ നറുനവനീതത്തിൻ്റെ മാധുര്യം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. ഇക്കഴിഞ്ഞ 158 ദിവസങ്ങളിലൂടെ 15 അധ്യായത്തിലെ 158 ശ്ലോകങ്ങൾ നമ്മൾ അനുസ്മരിച്ചു. ഇന്ന് 159-ാമത്തെ ദിവസം 159-ാമത്തെ ശ്ലോകം, അതായത് 16-ാമത്തെ ദശകത്തിൽ ആദ്യത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് നാരായണീയ മധുരം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാരായണ അവതാരം, ദക്ഷയാഗം എന്നീ 2 വിഷയങ്ങളാണ് ഇതിന് നാമമായിട്ട് തീർന്നിട്ടുള്ളത്. ആദ്യത്തെ ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി മനനം ചെയ്ത് അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം പാടി സമർപ്പിക്കാം. ദക്ഷോ വിരിഞ്ചതനയോധമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. അഥാ വിരിഞ്ചതനയഃ ദക്ഷ മനോ തനുജാം പ്രസൂതിം ലബ്ധ്വാ ഇഹ
ഷോഡശ കന്യാ ആപാ ച ധർമ്മേ ത്രയോദശ പിതൃഷു സ്വധാം ഹവിർഭുജി സ്വാഹാം ത്വദംശേ ഗിരിശേ സതിം ച ദദൗ അഥാ വിരിഞ്ചതനയഃ ദക്ഷ. വിരിഞ്ചതനയനായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ പുത്രനായിരിക്കുന്ന ദക്ഷ പ്രജാപതി മനോതനൂജാം പ്രസൂതി, മനുവിൻ്റെ പുത്രിയായ മനുവിൻ്റെ തനൂജയായിരിക്കുന്ന പ്രസൂതിയെ ലബ്ധ്വ കിട്ടിയിട്ട് അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ട് ഇഹാ ഷോഡശ കന്യാ ആപച, ഇവളിൽ 16 കന്യകമാരെ ലഭിച്ചു. ഇതിൽ ധർമ്മേ ത്രയോദശ, ധർമ്മപ്രജാപതിക്ക് അല്ലെങ്കിൽ ധർമ്മദേവന് 13 പേരെയും പിതൃഷു സ്വധാം, പിതൃക്കൾക്ക് സ്വധയെയും ഹവിർഭുജി അഗ്നി, ഹവിസ്സിനെ സ്വീകരിക്കുന്ന ഭുജിക്കുന്നവൻ ഹവിർഭുജി അഗ്നിക്ക് സ്വാഹയെയും ത്വദംശേ ഗിരിശേ, അവിടുത്തെ അംശമായിരിക്കുന്ന ആ ശിവന് സതീം ചാദതോ, സതിയെയും വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു. ധർമ്മേ ത്രയോദശാദാധർമായ തഥൈകാമഗ്നയേ വിഭു പിതൃഭ്യ ഏകാം യുക്തേഭ്യോ ഭവായേകാം ഭവച്ഛിതേ എന്ന് ഭാഗവതം അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം മുതൽ 7-ാമത്തെ അധ്യായം അവസാനം വരെ പ്രതിപാദിച്ചിട്ടുള്ളതിൻ്റെ സംക്ഷേപമാണ് ഈ ദശകത്തിൽ ചേർത്ത് വച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഇനി നാരായണാവതാരം, അതാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണുക. ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്ത 13 പത്നിമാരിൽ മൂർത്തിയുടെ പുത്രഭാവത്തിലാണ് നരനാരായണന്മാർ അവതരിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് നാളെ കേൾക്കാം. ഇപ്പോൾ ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി പിന്നീട് അതിൻ്റെ ഭാഷാഗാനം പാടി നമുക്ക് സമർപ്പിക്കാം. ദക്ഷോ വിരിഞ്ചതനയോധമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേ. നാരായണ 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 രാധാ ഗോവിന്ദ. ദക്ഷനും പ്രസൂതിക്കുമായി 16 മക്കളുണ്ടായി, 13 പേരെ ധർമ്മദേവനു നൽകി. പിതൃക്കൾക്കു സ്വധയെയും അഗ്നിക്കായി സ്വാഹയെയും സതിയെ മഹാദേവനും വേളി കഴിച്ചു. നാരായണ 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 ഗുരുവാദേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.